ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനത്തിൽ അടുതെറ്റിയ ആഗോള വിപണി. ട്രില്യൺ ഡോളറുകളുടെ നഷ്ടമാണ് ലോകമെമ്പാടും ഓഹരി വിപണികൾ ഇക്കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ അടയാളപ്പെടുത്തിയത്. ഇന്ന് തകർച്ചയോടെ വ്യാപാരം ആരംഭിച്ച ഏഷ്യൻ വിപണിക്കും വലിയ ആഘാതമാണ് താരിഫ് പ്രഖ്യാപനം സൃഷ്ടിച്ചത്. അതേസമയം ചൈനയെപ്പോലെ തിരിച്ചടിക്കാനല്ല, കരാറുണ്ടാക്കാനാണ് ഇന്ത്യയുടെ പദ്ധതി എന്നാണ് റിപ്പോർട്ടുകൾ. I don't want anything to go down, but sometimes you have to take medicine to fix something. $6 ട്രില്യൺ നഷ്ടവുമായി US വിപണി കോവിഡിനേക്കാൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും താരിഫ് എന്ന കയ്പമരുന്ന് കുടിച്ചേ തീരുവെന്നാണ് ട്രംപിന്റെ ഏറ്റവും പുതിയ പ്രതികരണം. താരിഫ് പ്രഖ്യാപനത്തിൽ നിന്ന് കരകയറാൻ മറ്റ് രാജ്യങ്ങൾ പുതിയ വഴികൾ തേടേണ്ടി വരുമെന്നും ട്രംപ് പറയുന്നു. അതേസമയം ഏപ്രിൽ 1 പ്രഖ്യാപിച്ച പകരച്ചുങ്കങ്ങളുടെ ആഘാതത്തിൽ നിന്ന് കരകയറാനാകാതെ നിൽക്കുകയാണ് ആഗോള വിപണി. ഏഷ്യയിലെ ഇക്വിറ്റി മാർക്കറ്റുകൾ ഇടിഞ്ഞു. യൂറോപ്യൻ ഓഹരികൾ 16 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് വീണു. എണ്ണവില ഇടിഞ്ഞു. ചൈനയിലെയും ഹോങ്കോങ്ങിലെയും ഓഹരികൾ കുത്തനെ ഇടിഞ്ഞു. ഇന്ത്യൻ വിപണികളിൽ സെൻസെക്സ് 3000 പോയിന്റും നിഫ്റ്റി 1000 പോയിന്റും ഇടിഞ്ഞാണ് തിങ്കളാഴ്ച വ്യാപാരം ആരംഭിച്ചത്. താരിഫ് പ്രഖ്യാപനത്തിന് പിന്നാലെ 50-ലധികം രാജ്യങ്ങൾ വൈറ്റ് ഹൗസുമായി ചർച്ചയ്ക്ക് സന്നദ്ധത പ്രകടിപ്പിച്ചുവെന്നാണ് ട്രംപിന്റെ മുതിർന്ന സാമ്പത്തിക ഉപദേഷ്ടാവ് കെവിൻ ഹാസറ്റ് കഴിഞ്ഞ ദിവസം അറിയിച്ചത്. യുദ്ധത്തിനേക്കാൾ നല്ലത് സമവായമാണെന്ന മുന്നറിയിപ്പാണ് ഇതിലൂടെ ട്രംപ് വ്യാപാര പങ്കാളികൾക്ക് നൽകുന്നത്. അമേരിക്കയ്ക്ക് അനുകൂലമായ വ്യാപാര കരാറുകളിലേക്കും നികുതി ആനുകൂല്യങ്ങളിലേക്കും എത്തിക്കാനുള്ള സമ്മർദ്ദ തന്ത്രമായും സാമ്പത്തിക വിദഗ്ധർ ഇതിനെ കാണുന്നു. With the tariffs that I've already instituted, they're already in place now so badly by other countries because we had stupid leadership that allowed this to happen. Sustainable, we're not going to do it. Now we have hundreds of billions of dollars is pouring into our country. കാനഡ പ്രതിരോധത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴും യൂറോപ്യൻ യൂണിയനിലെ ഭൂരിഭാഗം അംഗങ്ങളും ചർച്ചകൾ ഉണ്ടാകണമെന്ന നിലപാടിലാണ്. ഏഷ്യയിൽ ചൈന മാത്രമാണ് 34% താരിഫ് പ്രഖ്യാപനത്തിലൂടെ തിരിച്ചടിച്ചിട്ടുള്ളത്. ജപ്പാനും തായ്വാനും അടക്കം കക്ഷികൾ ചർച്ചകൾക്ക് സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു. സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന ചർച്ചകളിലൂടെ സമവായ കരാറിനാകും ഇന്ത്യ ശ്രമിക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ. 2 മാസത്തിനിടയിലെ ഏറ്റവും വലിയ തിരിച്ചടി നേരിടുന്ന രൂപയുടെ മൂല്യം ഇന്ന് 38 പൈസ ഇടിഞ്ഞ് 85.82 എത്തി നിൽക്കുന്നത്. ബിസിനസ് ഡെസ്ക്, ന്യൂസ് മലയാളം.